ഇന്ത്യ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കവേ സ്മാർട്ട് ഫോൺ അടക്കമുള്ളവയ്ക്ക് വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആമസോൺ. ആമസോണിൽ ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ ആരംഭിച്ചിരിക്കുന്നു. പ്രൈം അംഗങ്ങൾക്കായുള്ള വിൽപ്പനയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മറ്റു ഉപയോക്താക്കൾക്ക് ഓഫറുകൾ ഓഗസ്റ്റ് 5 മുതലാണ് ലഭ്യമാവുക. എങ്കിലും ഓഫറുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. പതിവ് പോലെ ആപ്പിൾ ഡിവൈസുകൾക്ക്, പ്രത്യേകിച്ച് ഐഫോണുകൾക്കാണ് അന്വേഷണങ്ങൾ കൂടുതലും എത്തുന്നത്. ആമസോൺ ആകട്ടെ ഏറ്റവും പുതിയ ഐഫോൺ 14 മികച്ച ഡീലാണ് ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിലവിൽ 66,999 രൂപയ്ക്ക് ഐഫോൺ 14 ആമസോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഐഫോൺ 14ന്റെ 128GB സ്റ്റോറേജ് വേരിയന്റ് ആണ് ഈ വിലയ്ക്ക് ലഭ്യമാകുക. ഈ ഐഫോൺ മോഡലിന്റെ യഥാർത്ഥ വില 79,000 രൂപയാണ് എന്നും നിലവിൽ 16% ഡിസ്കൗണ്ടോടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ ഉപയോക്താക്കൾക്ക് 12,901 രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നുവെന്നും ആമസോൺ പറയുന്നു. നിലവിലുള്ള ഈ ഡിസ്കൗണ്ടിന് പുറമെ അധിക ആനുകൂല്യങ്ങളും ഇളവുകളും ആമസോൺ ഐഫോൺ 14 ഒരുക്കിയിട്ടുണ്ട്. SBI ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് ഈ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 10% ഡിസ്കൗണ്ട് ലഭിക്കും. അതോടെ വില 65,999 കുറയും. ഇവിടെ ഉപയോക്താവിന് ആകെ 13,901 രൂപയുടെ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നു. എന്നാൽ അടുത്ത മാസം ആപ്പിൾ തങ്ങളുടെ ഐഫോൺ 15 സീരീസ് പുറത്തിറക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഈ വിലയിൽ ഐഫോൺ 14 സ്വന്തമാക്കേണ്ടതുണ്ടോ എന്ന കാര്യം കൂടി ഉപയോക്താക്കൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്രയും തുക മുടക്കുന്ന സ്ഥിതിക്ക് അടുത്ത മാസം വരെ കാത്തിരുന്നാൽ ഏറ്റവും പുതിയ ഐഫോൺ 15 തന്നെ വാങ്ങാൻ സാധിക്കും. ഐഫോൺ 15 ഐഫോൺ 14നേക്കാൾ അല്പം വില കൂടുതൽ ഉണ്ടാകും എന്നത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ ഐഫോൺ 14 മുടക്കുന്ന തുകയോടൊപ്പം കുറച്ചുകൂടി മുടക്കിയാൽ ഏറ്റവും പുതിയ ഐഫോൺ ആണ് സ്വന്തമാവുക. പണം കുറച്ച് കൂടുതൽ മുടക്കേണ്ടി വരുന്നത് ചെറിയ വിഷമം ഉണ്ടാക്കിയാൽ പോലും ഐഫോൺ 15 സ്വന്തമാക്കി എന്ന സംതൃപ്തി നൽകുന്ന സന്തോഷം അതിനേക്കാൾ വലുതായിരിക്കും. വരാനിരിക്കുന്ന ഐഫോൺ 15ലെ ക്യാമറ, ചിപ്സെറ്റ്, ഫ്രണ്ട് ഡിസൈൻ, ബാറ്ററി, ബാക്ക് ഫിനിഷ് എന്നിവ ഒട്ടേറെ പുത്തൻ സവിശേഷതകളോടെയാണ് എത്തുക എന്നത് ഇതിനകം പുറത്തിറങ്ങിയ ലീപ്പ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ആപ്പിൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം പുതിയ ഐഫോണിന്റെ വിലയെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഐഫോൺ 14 പോലെ ഐഫോൺ 15 മോഡലും ഏകദേശം 80,000 രൂപ വിലയിലാകും എത്തുക. ആ ഘട്ടത്തിൽ ഐഫോൺ 14ഉം 13ഉം യഥാക്രമം ചെറിയ വിലക്കുറവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഉയർന്ന വില എന്ന ഘടകം മറന്ന് ആപ്പിൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഫീച്ചറുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐഫോൺ 15 വാങ്ങാൻ കാത്തിരിക്കുന്നതാണ് കൂടുതൽ അനുയോജ്യമായ തീരുമാനം. മുടക്കുന്ന തുകയ്ക്ക് തക്കമായ മൂല്യം ഐഫോൺ 15 തിരിച്ചു നൽകും എന്നതിൽ സംശയത്തിന് ഇടമില്ല. പക്ഷെ കയ്യിൽ ബജറ്റ് കുറവും ഐഫോൺ സ്വന്തമാക്കണമെന്ന് ആഗ്രഹവും ശക്തമാണ് എങ്കിൽ ഉപയോക്താക്കൾക്ക് ഐഫോൺ 14, ഐഫോൺ 13 മോഡലുകൾ പരിഗണിക്കാവുന്നതാണ്. ഐഫോൺ 14 സമാനമായ ഫീച്ചറുകൾ ലഭിക്കുമെന്നതാണ് ഐഫോൺ 13ന്റെ പ്രത്യേകത. പക്ഷേ സാറ്റലൈറ്റ് കണക്ടിവിറ്റി പോലുള്ള ചില ഫീച്ചറുകൾ ഐഫോൺ 14 മുൻതൂക്കം നൽകാൻ പ്രേരിപ്പിക്കും. ക്യാമറ, ചിപ്സെറ്റ്, ഡിസ്പ്ലേ, ഡിസൈൻ തുടങ്ങി ബാക്കിയുള്ള മേഖലയിൽ ഐഫോൺ 14, ഐഫോൺ 13 എന്നിവ തമ്മിൽ അധികം വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഐഫോൺ 15 വാങ്ങാൻ പണം തികയില്ല എങ്കിൽ ഐഫോൺ 13 വാങ്ങുന്നതാണ് കൂടുതൽ യുക്തിസഹമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇൻഡിപെൻഡൻസ് ഡേ സെയിലുകൾ പ്രയോജനപ്പെടുത്തിയാൽ ഐഫോൺ 13 കുറഞ്ഞ വിലയിൽ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും.